അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അല്ലാഹുവിന്റെ അടുക്കൽ മാന്യൻ, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യൻ, അല്ലാഹുവിന്റെ അടുക്കൽ മഹോന്നതൻ, അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതൻ, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവനത്രേ. പടച്ചവനെ, എനിക്കിവിടെ കോടികളുണ്ടായിരുന്നു, ഞാൻ ഇവിടുത്തെ കോൺട്രാക്ടർ ആയിരുന്നു, ഞാൻ ഈ പോര് വഴി മൊത്തം സ്വന്തമാക്കിയവനായിരുന്നു, ഈ ഭരണിക്കാവിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എന്റെ കയ്യിലായിരുന്നു അല്ലാഹുവേ എന്നൊന്നും പറഞ്ഞിട്ട് അല്ലാഹ് മാറി നില്ലടാന്ന് പറയും. മാറണം. ഞാൻ ഇന്ന കോടീശ്വരനാണ്, ഞാൻ ഇന്ന ജില്ല മൊത്തം എന്റെ കൈകളിലായിരുന്നു, എനിക്ക് ഇത്രത്തോളം കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ കോടികളിൽ ടാക്സ് തന്നെ അടയ്ക്കുന്നുണ്ടായിരുന്നു അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ അടുക്കൽ ഒരു പുല്ല് വില പോലും അവർക്കില്ല. പടച്ചവന്റെ അടുക്കൽ സാധാരണ കോളനിയിൽ കിടക്കുന്ന, ലക്ഷം വീട് കോളനിയിൽ കിടക്കുന്ന കേവലം ചെറ്റ വെച്ച് അതല്ലെങ്കിൽ ഒരു ടാർപ്പ വലിച്ചു കെട്ടി അതിനകത്ത് ഒതുങ്ങിക്കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച സാധാരണക്കാരനായ ഒരു മുസ്ലിം സഹോദരനോ സഹോദരിയോ മരിച്ച് റബ്ബിന്റെ ദർബാറിലേക്ക് പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഈ പാവപ്പെട്ട ഈ സഹോദരനായിരിക്കും മാന്യൻ. നമ്മൾ വിചാരിക്കും ഏറ്റവും വലിയ പത്രാസിന് താമസിച്ച അയാളെ കണ്ടു കഴിഞ്ഞാൽ 10 പേര് ആൾക്കാർ കൂടും, ഇവരൊക്കെ ആയിരിക്കും വലിയ അള്ളാന്റെ അടുക്കൽ വലിയ രക്ഷയെന്ന് നമ്മൾ ധരിക്കും. പക്ഷെ മൂപ്പിലാൻ അള്ളാഹ് തീരുമാനിക്കുന്ന വിഷയം വേറെയാണ്. അത് അല്ലാഹ് തന്നെ പറയുന്ന കാര്യമാണ്. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ മാന്യനും ഏറ്റവും വലിയ അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കിയവനും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യനും അത്ഖാകും, അവനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടവനത്രേ. അല്ലാഹയെ പേടിച്ചവനാരോ അവനാണ് അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനം. അതിനാണ് ഞാൻ നിങ്ങൾ ഒരുമിച്ചുകൂടി അല്ലാഹയെ പേടിക്കാൻ. നമുക്കിവിടെ ഗ്രൂപ്പും ഇല്ല, നമുക്കാരെയും പഴിയാറണ്ട, നമുക്കാരെയും കളിയാക്കണ്ട, നമുക്കാരെയും ആക്ഷേപിക്കണ്ട, നമുക്കാരെയും അധിക്ഷേപിക്കണ്ട. നിങ്ങളും ഞാനും അല്ലാഹയെ പേടിച്ച് ജീവിക്കണം മരിക്കുന്നത് വരെ. അതാണ് എൻ്റെ നിങ്ങളുടെ ആഗ്രഹം. നിങ്ങളുടെ ആഗ്രഹം അതല്ലേ? അല്ല വേറെ നമുക്ക് ലക്ഷ്യമൊന്നുമില്ല. ഇവിടെ ഒരു ലക്ഷ്യവും ഇല്ല, ഒരു ലക്ഷ്യവുമില്ല. നമ്മൾ ആരെ ഇടങ്ങാറുണ്ടാക്കാനോ ഒരു സമൂഹത്തെ ചീത്ത വിളിക്കാനോ ഒരാളെ കളിയാക്കാനോ ഒരാളെ പരിഹസിക്കാനോ ഒന്നിനുമല്ല വരുന്നത്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ അല്ലാഹ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് അതൊന്ന് കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. ഇതാണ് എൻ്റെ നിങ്ങളുടെയും ചിന്ത. ഇതല്ലാതെ ഒരു ചിന്ത പോലും എനിക്കില്ല. അത് അല്ലാഹ് എൻ്റെ ഹൃദയം അറിയുന്നവനാണ്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ആളായിട്ട് നിങ്ങൾ എന്നെ അറിയപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും സംഘടനകൾ നിങ്ങൾ ചോദിച്ചു നോക്കുക, ആ അബൂബക്കർ മുസ്ലിയാർ അതിനകത്ത് വല്ലതും ഉണ്ടോ എന്ന്. ഏത് സംഘടനകൾ നിങ്ങൾ തിരക്കി നോക്കിക്കോളി, ഒരു സംഘടനയെ പോലും ഇല്ല. നമ്മുടെ സംഘടന ഇസ്ലാമിക സംഘടന, അതിനേക്കാൾ വലിയൊരു സംഘടന ലോകത്തില്ല. ഇന്നദ്ദീന ഇൻദല്ലാഹി ഇസ്ലാം. കാരണം എന്താ? ഇസ്ലാം എല്ലാ ഐക്യവും പഠിപ്പിച്ചു കൊടുക്കുന്നു. ബാക്കിയുള്ള സംഘടനകളിൽ ഐക്യമില്ല. ബാങ്ക് വിളിക്കുമ്പോൾ എല്ലാ ഗ്രൂപ്പുകാരും പള്ളിയിൽ കയറുന്നു. ബാങ്ക് വിളിക്കുമ്പോൾ അല്ലേ അവിടെ വ്യത്യാസമുണ്ടോ? നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ എല്ലാവരും ഒരേപോലെ ഒളിവെടുക്കുന്നു, അവിടെ വ്യത്യാസമില്ല. ഒരേ ഇമാമിനെ പിൻപറ്റുന്നു, ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ അവിടെ വ്യത്യാസമില്ല. ഖിബ്ലയെ അഭിമുഖീകരിക്കുന്നു, അവിടെയും വ്യത്യാസമില്ല. നമസ്കാരത്തിന്റെ റക്അത്തുകളിൽ എണ്ണങ്ങളിൽ അവിടെയും വ്യത്യാസമില്ല. ഫാത്തിഹ സൂറത്ത് ഓതുന്നു, അവിടെയും വ്യത്യാസമില്ല. ഈ ഗ്രൂപ്പാണ് ഇസ്ലാമിന്റെ ഗ്രൂപ്പ്. ഇതിന് അല്ലാഹ് ഇട്ട പേരാണ് മില്ലത്ത് അബീക്കും ഇബ്രാഹിം. നിങ്ങളുടെ ഇബ്രാഹിമായ നിങ്ങളുടെ പിതാവിന്റെ മതമാണിത്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഇഷ്ടപ്പെട്ടുകൊള്ളണം. ഹുവ സമ്മാക്കും മുസ്ലിമീൻ. അല്ലാഹു നിങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നു മുസ്ലിമീൻ എന്ന പേര്. അതുകൊണ്ടാണ് നിങ്ങൾ കൈകെട്ടിയിട്ട് ഈ നമസ്കാരത്തിൽ ഈ മുസ്ലിം എന്ന് പറയുന്ന ഈ ഒരു ഉത്തരവാദിത്തത്തെ നിങ്ങൾ എപ്പോഴും റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമസ്കാരത്തിൽ വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു. ബാക്കി വാന മിനൽ മുശ്രികീന വാന മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിമാണെന്ന് റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് എല്ലാ ദിവസവും 5 പ്രാവശ്യം നമ്മുടെ ഈമാനിനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാനമിനൽ മുസ്ലിമീൻ. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഈ ഇസ്ലാമിൽ നീ ഉൾപ്പെട്ടാൽ നീ രക്ഷപ്പെടും. ഈ ഇസ്ലാം അല്ലാതെ വേറെ ഏതിൽ നീ ഉൾപ്പെടുന്നു നീ രക്ഷപ്പെടുകയില്ല. ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വഴികളിലൂടെ അല്ലാതെ വേറൊരു ആദർശത്തെ നീ അംഗീകരിക്കാൻ തയ്യാറായി
ആയാൽ അള്ളാഹു അതിൽ നിന്ന് ഒരു തരിമ്പ് പോലും സ്വീകരിക്കുകയില്ല. അവൻ നാളെ പരലോകത്ത് പരാജിതനായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അടിവരയിട്ട് നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ഖുർആൻ. അതുകൊണ്ടാണ് വാനമൽ മുസ്ലിം എല്ലാ ഗ്രൂപ്പുകാരും ഉള്ള സംഘടനയാണ് ഇസ്ലാം. അതിൽ നമുക്ക് ഉൾപ്പെടാം. അതാണ് നമ്മുടെ സംഘടന. എന്താ ശരിയല്ലേ? മരിക്കുമ്പോഴും എല്ലാവരും ഒരേ ആദർശം അനുസരിച്ച് വന്ന് പൊക്കിയെടുത്ത് കുളിപ്പിച്ച് കൊണ്ടുപോയി ഖബറിനകത്ത് അടക്കി റാഹത്തായിട്ട് ദുആ ചെയ്ത് ഖൈറായിട്ട് സലാം പറഞ്ഞ് പിരിഞ്ഞു വരും. അതാണ് നമ്മുടെ സംഘടന. അതിൽ നമ്മൾ കുത്തിത്തിരിപ്പുണ്ടാക്കിയാൽ അവർക്ക് പറയുന്ന പേരാണ് കപട വിശ്വാസികളും കപടന്മാരും മുനാഫിക്കീങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. നബി തങ്ങളോടൊപ്പം ഒപ്പം നമസ്കരിക്കുമായിരുന്നു, ഒപ്പം നമസ്കരിക്കുമായിരുന്നു. ഒന്നാമത്തെ സഫിൽ തന്നെ നമസ്കരിക്കുമായിരുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി കൊഞ്ഞണം കുത്തും നബിയെ. ഇവരുടെ പേരാണ് മുനാഫിഖീങ്ങൾ, കപടന്മാർ. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ് വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാഹ് ഖാമൂ കുസാലാ യുറാഊന അന്നാസ വലാ الله إلا قليلا. ഇസ്ലാമിന്റെ വേഷവും ധരിച്ചുകൊണ്ട് ഇസ്ലാമിക ആദർശത്തിന്റെ അടിമകളാണെന്ന് വാദിച്ചുകൊണ്ട് പള്ളികളിലേക്ക് നമസ്കാരത്തിന് വേണ്ടി നേതൃത്വം നൽകുകയും അതിന്റെ പിന്നിൽ അണിനിരക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടമുണ്ടാകും. ഇവർ അല്ലാഹുവിനെ വഞ്ചിക്കുകയാണ്. അല്ലാഹു ഇവരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അവർ നമസ്കാരത്തിലേക്ക് കൈകെട്ടി നിന്ന് കഴിഞ്ഞാൽ അലസതയോടെ അലംഭാവത്തോടെ അവരുടെ ചിന്താമണ്ഡലങ്ങളിൽ എങ്ങോട്ടോ തിരിച്ചുകൊണ്ടവർ നമസ്കരിക്കുന്നു. അല്ലാഹുവിനെ വളരെ തുച്ഛമായിട്ടല്ലാതെ സ്മരിക്കാറില്ല. പടച്ച തമ്പുരാനെ ഓർക്കുന്ന വിഷയത്തിൽ അവർക്ക് അലംഭാവമാണ്, അലസതയാണ്. ആ വിഷയത്തിൽ അവർക്ക് വലിയ താല്പര്യമില്ല. ആരെയോ കാണിക്കുന്നതിന് വേണ്ടി, ആരുടെയോ പ്രോത്സാഹനത്തിന്റെ പേരിൽ, ആരെയോ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ആരുടെയോ ഒക്കെ കൂട്ടത്തിൽ വല്ലപ്പോഴും പോയി പള്ളിയിലൊന്ന് നമസ്കാരത്തിന് നേതൃത്വം നൽകും. അതല്ലാതെ കണ്ട് അവർക്ക് നമസ്കാരവും അല്ലാഹുവുമായി ബന്ധമില്ല. ഇവർ കപടന്മാരാണ്. ഇവരെ സൂക്ഷിക്കണേ. നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് ഇവരുടെ സങ്കേതം എന്ന് പരിശുദ്ധ ഖുർആൻ. നിസ്കരിക്കും. നമ്മളെ കാണുമ്പോഴും കണ്ട മുൻപല്ല് കൊണ്ട് ചിരിച്ചിട്ട് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കും. പകയൻ കാണുമ്പോ നല്ല രസമായിരിക്കും, ഭയങ്കര സന്തോഷത്തോട് സലാക്ക് പറയും. പക്ഷെ അപ്പുറത്തിരുന്ന് മറ്റു പരിപാടികൾ ചെയ്യും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആർക്ക് വേണ്ടി, ആരാകുന്നതിന് വേണ്ടി അല്ലാഹു തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയതിന്റെ കാരണങ്ങൾ എന്തിനാണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ തൃപ്തിയാണ് നമ്മൾ അതിലൂടെ ആഗ്രഹിക്കുന്നത്. അതല്ല മറ്റാരുടെ തൃപ്തിയല്ല. നമ്മൾ നമസ്കരിക്കുന്നതും ഇബാദത്ത് എടുക്കുന്നതും നോമ്പ് പിടിക്കുന്നതും എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി. അതാണല്ലോ പ്രതിജ്ഞ ചെയ്യുമ്പോൾ നമ്മൾ കൈകെട്ടിയ ഉടനെ പറയുന്നത്, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരം, എന്റെ ഹജ്ജ് കർമ്മങ്ങൾ, എന്റെ ചലനം, എന്റെ നിശ്ചലനാവസ്ഥ, എന്റെ പ്രവർത്തനം, എന്റെ ഉറക്കം, എന്റെ ഉണർവ്, എന്റെ ജീവിതം, എന്റെ മരണം എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിതാവേ, നിനക്ക് വേണ്ടി മാത്രമാണ് അല്ലാഹ്. നോമ്പ് പിടിക്കുമ്പോൾ നമ്മൾ നിയത്തെ നവൈതു സൗമ ഗദിൻ അന്നദായി ഫർദ് റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല, അല്ലാഹ്ക്ക് വേണ്ടി. നിസ്കരിക്കാൻ നേരത്ത് ഉസല്ലി ലില്ലാഹി തആല, എല്ലാം അള്ളാഹ്ക്ക് വേണ്ടിയാണ് എന്ന ഒരു ചിന്തയാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹ്ക്കല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് അള്ളാഹ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നമ്മളോടാണ് അള്ളാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ
സത്യവിശ്വാസികളെ കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ് നോമ്പ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലുള്ള വ്രതം നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ലഅല്ലകും തത്തഖൂൻ, അല്ലാഹയെ ഭയപ്പെടുന്നതിന് വേണ്ടി. അപ്പൊ നമുക്ക് ഇത്തിരി ഭയം കുറവായത് കൊണ്ട് അള്ളാഹ് ഈ നോമ്പൊക്കെ പിടിപ്പിച്ച് അള്ളാഹ് ഒന്നുകൂടെ പേടിപ്പിക്കും നമുക്കൊന്നും കൂടെ ഹൃദയത്തിൽ പേടി ഉണ്ടാക്കി തരുന്നത്. മുസ്ലിം ഉമ്മത്തിന് തമ്മിൽ ഇന്ന് അള്ളാഹുമായിട്ടൊരു ബന്ധം കുറവ്. അതുകൊണ്ടാണ് നമ്മൾ തമ്മിലൊക്കെ ഇത്തിരി അകൽച്ച അല്ലേ. ഇന്ന് കുടുംബ പശ്ചാത്തലം പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് എല്ലാവരും കൊച്ചാപ്പാടം മക്കളുമായിട്ട് മൂത്താപ്പാടം മക്കൾക്ക് ഒരു ബന്ധവുമില്ല, ചേട്ടന്റെ മക്കളുമായിട്ട് അനിയന്റെ മക്കൾക്ക് ഒരു ബന്ധവുമില്ല, ഭാര്യയുടെ കുടുംബക്കാരുമായിട്ട് ഭർത്താവിന്റെ കുടുംബത്തിന് ഒരു ബന്ധവുമില്ല, ഭർത്താവിന്റെ കുടുംബമായിട്ട് ഭാര്യയുടെ കുടുംബമായിട്ട് ബന്ധമില്ല. വളരെ വിരളം മാത്രം. നിസ്കരിക്കാനൊക്കെ ഒരു സഫിൽ കാണും, പക്ഷെ കണ്ടാ സലാം പറയൂല, മിണ്ടൂല. ഒരു ജമാഅത്തുകാരും ഒരു കുടുംബക്കാരും ഒക്കെയാണ്. ഒരു സഫിൽ തന്നെ കാണും. വാപ്പ ഇതിലേക്കൂടെ വന്നാൽ കൊച്ചാപ്പ ഇതിലേക്കൂടെ പുറത്തു പോകും, ജ്യേഷ്ഠ ഇതിലേക്കൂടെ പോയാൽ അതിനെ ഇതിലേക്കൂടെ, അനിയൻ ഇതിലേക്കൂടെ പോകും, അളിയൻ അതിലേക്കൂടെ കയറിയാൽ മച്ചമ്പി ഇതിലേക്കൂടെ ഇറങ്ങിപ്പോകും. കണ്ടാൻ വേണ്ടല്ലോ, എല്ലാവരും കുടുംബക്കാരാ. അവിടെയാണ് പ്രശ്നം. എല്ലാരും നിസ്കാരക്കാരുവാ, എല്ലാരും നോമ്പ് പിടിക്കുന്നവരുവാ, എല്ലാരും ഹാജിയാരുവാ. പക്ഷെ പ്രശ്നം എന്താ? ഇവർ തമ്മിൽ കണ്ടാൻ വേണ്ടൂല, സംസാരിക്കൂല. അതാണ് അല്ലാഹ്